ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് മക്കളെ, ക്വസ്റ്റ്യൻ വരുന്നത് ഇത്തരത്തിലായിരിക്കും. കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 4 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? 4 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് കൃത്യമായിട്ട് അറിയണം. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ, അതുപോലെ തന്നെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 4 റിയാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പഠിച്ച് വെച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം? സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു വെക്കുക. കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 എലമെന്റുകൾ കൂടി ചേർന്ന് മൂന്നാമതായിട്ട് പുതിയൊരു എലമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻസ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യുക, കൂടിച്ചേരുക. അപ്പോൾ ആദ്യത്തെ ഒരു എലമെന്റും രണ്ടാമത്തെ ഒരു എലമെന്റും കൂടി ചേർന്നിട്ട് പുതുതായിട്ടൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിനെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുക. കൃത്യമായിട്ട് പഠിച്ചല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ കോമ്പൗണ്ടിനകത്ത് ഒരു എലമെന്റ് ഉണ്ടാവും, മറ്റൊരു എലമെന്റ് ഉണ്ടാവും. ശരിയാണല്ലോ? ഒരു കോമ്പൗണ്ടിനകത്ത് എ എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ പുതുതായിട്ട് സി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ബി എന്ന് പറയുന്ന എലമെന്റിനെ പുറത്തേക്ക് ചാടിച്ചിട്ട് സി എന്ന് പറയുന്ന പുതുതായിട്ട് വന്ന മനുഷ്യൻ എന്ത് ചെയ്യും? അവിടേക്ക് കയറി വയ്ക്കും. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ ആലോചിച്ചാൽ മതി. 2 പേര് തമ്മിൽ എന്തായിരുന്നു? ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പുതുതായിട്ട് മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് മൂന്നാമത്തെ ആൾ കയറി വന്നിരിക്കും. ശരിയല്ലേ? അതാണ് ഏത് റിയാക്ഷൻസ് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് സി എന്ന് പറയുന്ന പുതുതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? പുതുതായിട്ട് വന്ന ആള് പഴയ ആളെ തട്ടി മാറ്റിയിട്ട് കയറി വന്നിരിക്കും. ഇതാണ് അവസ്ഥ. അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ശ്രദ്ധിച്ചു വെക്കുക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു വലിയ കല്ല്, ഒരു വലിയൊരു പാറക്കല്ല് പൊട്ടി 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 ചെറിയ കഷ്ണങ്ങളായിട്ട് മാറിയെന്ന് വിചാരിക്കുക. അതായത് എ ബി എന്ന് പറയുന്ന വലിയൊരു കോമ്പൗണ്ട് പൊട്ടിയിട്ട് എ എന്ന് പറയുന്ന ചെറിയ കോമ്പൗണ്ടും ബി എന്ന് പറയുന്ന ചെറിയ കോമ്പൗണ്ടുമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത്തരം റിയാക്ഷൻസിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസ് ചെയ്യുക, അതായത് പൊട്ടുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു സാധനം പൊട്ടി 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 ചെറിയ ചെറിയ പീസുകളായിട്ട് മാറുക. അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി മക്കളെ, ഡബിൾ ഡീകമ്പോസിഷൻ. ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡബിൾ ഡീകമ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും സി ഡി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിനകത്ത് ഈ ബി എന്ന് പറയുന്ന രണ്ടാമത് കൊടുത്തിട്ടുള്ള പാർട്ടും അതുപോലെ സി ഡി എന്ന് പറയുന്ന സംഭവത്തിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ള പാർട്ട് ഏതാണ്? ഡി ആണ് അല്ലേ? അപ്പോൾ അതിനകത്ത് രണ്ടാമത് കൊടുത്തിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ അയോണുകൾ എന്ന് പറയാം. ഓക്കെ, അയോണുകൾ. അപ്പോൾ ഈ അയോണുകളുടെ കൈമാറ്റം നടക്കും. അതായത് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അയോണുകളുടെ കൈമാറ്റം നടക്കും. അതായത് ബി എന്ന് പറയുന്ന അയോൺ ആർക്ക് കിട്ടും? യെസ്, രണ്ടാമത്തെ കോമ്പൗണ്ടിനും. അതുപോലെ ഡി എന്ന് പറയുന്ന അയോണിനെ ആർക്ക് കിട്ടും? ഒന്നാമത്തെ കോമ്പൗണ്ടിനും കിട്ടും. അതായത് അയോണുകൾ തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം അവിടേക്കും ഇവിടേക്കും കൈമാറ്റം നടത്തി. അത്തരം റിയാക്ഷൻസിനെയാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയുക. കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റും പഠിക്കണം. ഈ ഒരു കാര്യവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 4 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു. കോമ്പിനേഷൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ഡീകമ്പോസിഷൻ പറഞ്ഞു, ഡബിൾ ഡീകമ്പോസിഷൻ പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു വെക്കൂ കേട്ടോ നിങ്ങൾ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ZN പ്ലസ് 2AgNO3 ഗീവ്സ് ZnNO3 ട്വൈസ് പ്ലസ് AG. പെട്ടെന്ന് നിങ്ങൾ ഈ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഒരു ടെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമാറ്റിലേക്ക് നിങ്ങൾ മാറ്റുക. ഓക്കെ, ZN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ എ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ZN. ഓക്കെ, AG എന്ന് പറയുന്നത് എന്താണ്? ബി ആയിട്ട് നിങ്ങൾ എടുക്കുക.
NO3 എന്ന് പറയുന്നത് C ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? A+BC എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഈ ഒരു റിയാക്ഷൻസിലേക്ക് ജസ്റ്റ് കണ്ണോടിച്ച് നോക്കിയാൽ മതി, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ AgNO3 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിലേക്ക് മൂന്നാമതായിട്ട് എന്ത് വന്നു? Zn എന്ന് പറയുന്ന ഒരു സംഭവം വന്നു അല്ലേ? Zn എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു വ്യക്തി വന്നു. മൂന്നാമത്തെ വ്യക്തി വന്നാൽ എന്താണ് ചെയ്യുക? പഴയ ആളെ പിടിച്ച് മാറ്റിയിട്ട് പുതുതായിട്ട് വന്ന മൂന്നാമത്തെ വ്യക്തി കയറിയിരിക്കും, ശരിയല്ലേ? അത്തരം റിയാക്ഷൻസിന് നമ്മൾ പഠിച്ച പേര് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്താണ്, Agയുടെ കൂടെയായിരുന്നു NO3 ഉണ്ടായിരുന്നത്, പക്ഷെ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? Zn കൂടെയായി NO3. അപ്പം നമുക്ക് മനസ്സിലായി അവിടെ മറ്റൊരാൾ പുതുതായിട്ട് കടന്നു വന്നു. അത്തരം റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്നാണ്. എന്താണ് പറയുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. അപ്പോൾ പഠിച്ചു വെച്ചോണം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഞാനിവിടെ RxN എന്ന് സൂചിപ്പിക്കുന്നത് റിയാക്ഷൻസിനെയാണ് കേട്ടോ, ഷോർട്ടാക്കിയിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. CaCO3 എന്ന് പറയുന്ന സാധനം അല്ലെ, വലിയൊരു കാക്കോ3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാക്കോ3 CaCO3 അത് പൊട്ടിയിട്ട് CaOയും CO2ഉമായിട്ട് മാറി. അതായത് മക്കളെ പൊട്ടുവാണ് ചെയ്തത് അല്ലേ? അതായത് വലിയൊരു കോമ്പൗണ്ട് പൊട്ടിയിട്ട് AB എന്ന് പറയുന്ന വലിയ കോമ്പൗണ്ട് പൊട്ടിയിട്ട് A എന്ന് പറയുന്ന ചെറിയ കോമ്പൗണ്ടും B എന്ന് പറയുന്ന ചെറിയ കോമ്പൗണ്ടുമായിട്ട് മാറി. അപ്പോൾ ഈ റിയാക്ഷൻസിന് നമ്മൾ, പൊട്ടുന്ന റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ്. മനസ്സിലാക്കി വെച്ചോണം. ഡീകമ്പോസിഷൻ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് പഠിച്ചു വെച്ചോണേ. ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ക്ലിയർ ആണല്ലോ. ജസ്റ്റ് വലിയ കോമ്പൗണ്ട് പൊട്ടിയിട്ട് ചെറിയ ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറയും. യെസ്, ഇനി നമുക്ക് നോക്കാം. അടുത്ത റിയാക്ഷൻ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചു വെക്കൂ. 2HI എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തു? പൊട്ടിയിട്ട് H2 ആയി, അതുപോലെ I2മായി. ഇവിടെയും നമുക്ക് പറയാൻ പറ്റും വലിയൊരു കോമ്പൗണ്ട് പൊട്ടി 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 ചെറിയ ചെറിയ കോമ്പൗണ്ടുകളായിട്ട് മാറി. ഇതും എന്തിൻ്റെ എക്സാമ്പിളാണ്? ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിളാണ്. ശ്രദ്ധിച്ചു വെക്കണം, ഡീകമ്പോസിഷൻ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ ഈ പറഞ്ഞ രണ്ടെണ്ണം. ഓക്കെ ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. CuNO3 twice പ്ലസ് Na2S ഗീവ്സ് CuS പ്ലസ് NaNO3. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് മാറ്റം വന്നിട്ടുള്ളത് നോക്കുക. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, Cuവിൻ്റെ കൂടെ NO3 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതുപോലെ NAയുടെ കൂടെ S ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ Cuവിൻ്റെ കൂടെ ആര് വന്നു? NO3ക്ക് പകരം S ആണ് പുതുതായിട്ട് കടന്നു വന്നത് അല്ലേ? NO3ക്ക് പകരം S വന്നു. അതുപോലെ NAയുടെ കൂടെ ആര് വന്നു? യെസ്, എസ്സിന് പകരം ഇനി ആര് വന്നു? NO3 വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു? അയോണുകളുടെ കൈമാറ്റം നടത്തി. ഒരു അയോണിനെ പിടിച്ച് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു, രണ്ടാമത്തെ അയോണിനെ പിടിച്ച് ആദ്യത്തെ ആൾക്ക് കൊടുത്തു. ഇതാണ് എന്ത് ചെയ്തത്? നമ്മളിവിടെ നടത്തിയ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡബിൾ ഡീകമ്പോസിഷൻ. എന്താണ് പറയുക? ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? യെസ്, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡബിൾ ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അയോണുകളെ അവിടേക്കും ഇവിടേക്കും മാറ്റി കഴിഞ്ഞാലാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം അടുത്ത റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചു വെക്കൂ. SO2 പ്ലസ് H2O ഗീവ്സ് H2SO3. അതായത് A എന്ന് പറയുന്ന ഒരു എലമെന്റും അതുപോലെ തന്നെ എലമെന്റ് അല്ല, കോമ്പൗണ്ടാണ്, കോമ്പൗണ്ടും H2O എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ടും കൂടി ചേർന്നിട്ട് C എന്ന് പറയുന്ന പുതുതായിട്ടൊരു സംഭവം ഉണ്ടായി. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതും കമ്പൈൻ ചെയ്തു അല്ലെ, ഇതും കൂടി ചേർന്നു. അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ നമുക്ക് അവസാനത്തെ നമുക്ക് മനസ്സിലായി എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് റിയാക്ഷൻസും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വെക്കുക. നിങ്ങളുടെ ലെറ്റസ് അസസിനകത്തും എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണം. ലെറ്റസ് അസസിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഇതുപോലെ ക്ലാസിഫൈ ചെയ്യാനാണ്. അതിനകത്ത് ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇന്ന ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും? മറുപടി പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അടുത്ത ടോപ്പിക് ഏതാണെന്നും അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.